കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ ആരോപണങ്ങളിൽ വ്യക്തമായ തെളിവ് നൽകാൻ കൂടുതൽ സമയം നൽകണമെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ അഭ്യർത്ഥന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇന്ന് വൈകുന്നേരം 7 മണിക്കകം തെളിവ് ഹാജരാക്കണമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിന് മുന്നോടിയായി അമിത്ഷാ 150 കളക്ടർമാരെയും ജില്ലാ മജിസ്ട്രേറ്റുമാരെയും ഭീഷണിപ്പെടുത്തിയെന്നാണ് ജയറാം രമേശ് ആരോപിച്ചത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ജില്ലാ മജിസ്ട്രേറ്റുമാരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ പരാതികൾ കിട്ടിയിട്ടില്ല എന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഗൗരവമായ മാനങ്ങൾ ഉള്ളതാണെന്നും വോട്ടെണ്ണൽ പ്രക്രിയയുടെ പവിത്രതയെ ബാധിക്കുന്നതാണെന്നും കമ്മീഷൻ തങ്ങളുടെ പ്രതികരണത്തിൽ വ്യക്തമാക്കി. ജില്ലാ മജിസ്ട്രേറ്റുമാർ അത്തരത്തിൽ പരാതി നൽകിയിട്ടില്ലാത്തതിനാലാണ് തെളിവ് ഹാജരാക്കാൻ കൂടുതൽ സമയം അനുവദിക്കാത്തത്. സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ ജയറാം രമേശിന് ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും പറയാനില്ലെന്ന് വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് ജയറാം രമേശ് തന്റെ ആരോപണം എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇതുവരെ 150 പേരോട് സംസാരിച്ചു. ഇത് നഗ്നവും നിർലജ്ജവുമായ ഭീഷണിപ്പെടുത്തലാണ്. BJP എത്രമാത്രം നിരാശരായിരിക്കുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിന് കീഴ്പ്പെടരുത്, അവർ ഭരണഘടനയെ മുറുക്കിപ്പിടിക്കണം എന്നായിരുന്നു പോസ്റ്റിൽ ജയറാം രമേശ് പറഞ്ഞത്. ദേശീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള നേതാവെന്ന നിലയിൽ വോട്ടെണ്ണലിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു ഗുരുതര പ്രസ്താവന നടത്തിയതിന് വ്യക്തമായ തെളിവ് ഹാജരാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഫലം വന്ന് 48 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും നേരത്തെ ജയറാം രമേശ് പറഞ്ഞിരുന്നു. സഖ്യത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന പാർട്ടി നേതൃത്വത്തിന് സ്വാഭാവിക അവകാശിയാകുമെന്നും ജയറാം രമേശ് PTIക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് അദ്ദേഹം PTIക്ക് അഭിമുഖം നൽകിയത്. ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം പ്രകടിപ്പിച്ചത്. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 272 സീറ്റുകളേക്കാൾ കൂടുതൽ തങ്ങൾക്ക് ലഭിക്കുമെന്നുമായിരുന്നു ജയറാം രമേശിന്റെ അവകാശവാദം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ ഏറിയാൽ NDAയിലെ ചില കക്ഷികൾ സഖ്യത്തിൽ എത്തിയേക്കാമെന്നും അവരെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU, ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP തുടങ്ങിയ NDA സഖ്യകക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വാതിൽ തുറക്കുമോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. ഇതിൽ നിതീഷ് കുമാർ മലക്കം മറിച്ചിലിന്റെ മാസ്റ്ററാണെന്നായിരുന്നു ജയറാം രമേശിന്റെ മറുപടി. നായിഡു 2019 കോൺഗ്രസ് സഖ്യത്തിലായിരുന്നുവെന്നും ജയറാം രമേശ് പറഞ്ഞു. മനുഷ്യത്വവും സത്യസന്ധതയുമാണ് ഇന്ത്യ സഖ്യത്തെ NDAയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഈ 2 ഗുണങ്ങളുള്ള പാർട്ടികൾ അവർ ഇനി NDAയിൽ ആണെങ്കിലും ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഖ്യാതമായ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ഇതേ വിവേകാനന്ദ സ്മാരകത്തിൽ നിന്നാണ് 2022 സെപ്റ്റംബർ 7-ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിരമിച്ചതിന് ശേഷമുള്ള മോദിയുടെ ജീവിതം ധ്യാനത്തിലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും ജയറാം രമേശ് പരിഹസിച്ചിരുന്നു. ഞങ്ങൾക്ക് വ്യക്തവും നിർണായകവുമായ ഭൂരിപക്ഷം ലഭിക്കും. 2004-ലെ ഫലമായിരിക്കും 2024-ൽ ആവർത്തിക്കുക എന്നും ജയറാം രമേശ് അവകാശപ്പെട്ടിരുന്നു. രാജസ്ഥാൻ, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ ഇന്ത്യ മുന്നണി വൻ വിജയം നേടും. ഉത്തർപ്രദേശിലെ പ്രകടനം BJPക്ക് ആവർത്തിക്കാനാവില്ല. പശ്ചിമ ബംഗാളിലും അസമിലും BJP വിയർക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിൽ ഇന്ത്യ മുന്നണി സ്ഥാനം മെച്ചപ്പെടുത്തും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2004-ലെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത് എന്നും ജയറാം രമേശ് നേരത്തെ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു.